ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാന്താരി പെപ്പർ ഫിഷ് ഗ്രില്ലാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ 1 കിലോ വലിപ്പമുള്ള ആവോലി ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇതിനെ ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വരയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡീപ്പായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്കിലേ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ഇതുപോലെ 2 സൈഡും ഒന്ന് വരഞ്ഞെടുക്കാം. ഫിഷ് നന്നായിട്ട് നമ്മളൊന്ന് വരഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഗ്രില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. ഇനി നമ്മൾ അതിൻ്റെ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ കാന്താരി മുളക് പൊടിച്ചത്. അപ്പോൾ നമ്മൾ മസാലയെല്ലാം ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അത് അവരവരെടുക്കുന്ന മീനിൻ്റെയും മസാലേൻ്റെയും കണക്കാക്കി എടുക്കുക. ഇനി കുറച്ച് ലെമണും കൂടെ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. മസാല നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പം മസാല നമ്മുടെ ഈ കളറിലാണ്. അപ്പം നമുക്കൊരു ഇച്ചിരി ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മീനിൻ്റെ ഗ്രില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മീനിലേക്ക് തേച്ച് കൊടുക്കാം. അതായത് നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്ന ആ വരയിലെല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ 2 വശത്തും തേച്ച് പിടിപ്പിച്ച് എടുക്കുക. അങ്ങനെ നമ്മുടെ മീൻ മസാല നന്നായിട്ട് 2 സൈഡിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 1 മണിക്കൂറിന് ശേഷം ഗ്രില്ല് ചെയ്യാം. മീൻ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഈ മീൻ വെച്ച് കൊടുക്കാം. നമ്മുടെ മീന് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം മീനൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകാനും മീൻ ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു കുറച്ച് ബട്ടർ മീനിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അതവിടെ നിന്ന് മെൽറ്റായി സെറ്റായിക്കോളും. ഇപ്പം നമ്മുടെ മീന് ഓവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഒരു സൈഡായിട്ടുണ്ട്. ഇനി അടുത്ത സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീന് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു 20 മിനിറ്റ് ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ഗ്രില്ല് ചെയ്യാം. 40 മിനിറ്റ് മീൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ കാന്താരി പെപ്പർ ഫിഷ് ഗ്രില്ല് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.